അങ്ങനെ നമ്മൾ വീണ്ടും നമ്മുടെ യാത്ര ആരംഭിച്ചു നമ്മുടെ അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക്. ഈ വഴി എത്ര തവണ വന്നിട്ടുണ്ടെന്ന് ചോദിച്ചാൽ എനിക്ക് തന്നെ ഒരു എണ്ണമില്ല. ശിവന്മാരുടെ വഴിയെ തന്നെ കുറേ പ്രാവശ്യം ഇതിലൂടെ വന്നിട്ടുണ്ട്. പക്ഷേ ഓരോ പ്രാവശ്യം വീഴുമ്പോഴും ഓരോ അനുഭവങ്ങളാണ്, ഓരോ കാഴ്ചകളാണ്. കഴിഞ്ഞ തവണ GT ടീമിൻ്റെ ഒപ്പം ട്രക്കിങ്ങിന് പോയപ്പോൾ ഷാജി സാറ് പറഞ്ഞൊരു കാര്യമുണ്ട്. ഒരേ വഴിയിൽ പല തവണ പോകുന്നത് കിറുക്കായതുകൊണ്ടല്ല, മറിച്ച് നമ്മൾ ഓരോ പ്രാവശ്യം പോകുമ്പോഴും നമുക്ക് കിട്ടുന്നത് ഓരോ അനുഭവങ്ങളാണ്. പുള്ളിക്കാരൻ അത് പറഞ്ഞത് ഇംഗ്ലീഷിലായിരുന്നെങ്കിലും ഞാനത് എൻ്റെ രീതിയിലൊന്ന് മലയാളീകരിച്ച് പറഞ്ഞതാണ്. നമ്മൾ കുറച്ചങ്ങോട്ട് ചെന്നപ്പോഴേക്കും കിച്ചേട്ടൻ്റെ നല്ല പാട്ടൊക്കെ പാടി തുടങ്ങി കേട്ടോ. ഈ കാണുന്ന വളവുണ്ടോ, നമ്മളെ വയനാട് ചുരത്തിന് ഓർമ്മിപ്പിക്കുന്ന രീതിയിൽ നല്ല അടിപൊളി 2 വളവുകളാണ്. ചുറ്റുമുള്ള കാഴ്ചകളും നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റും. സത്യം പറഞ്ഞാൽ ഈ ഒരു പ്രദേശത്ത് വരുമ്പോൾ ഭയങ്കര അസുഖം കേട്ടോ. നല്ല തണുപ്പാണ് ഇവിടെ എപ്പോഴും, ഏത് കാലത്ത് വന്നാലും നല്ല തണുപ്പാണ്. ആ തണുപ്പ് ഈ കാറ്റൊക്കെ എൻജോയ് ചെയ്ത് ഇങ്ങനെ പോകുമ്പോൾ അതും ഒരു സുഖമാണ്. അപ്പോൾ ഇത് ഈ കാണുന്നതാണ് കേട്ടോ നമ്മളെ വ്യൂ പോയിന്റിലേക്കുള്ള സ്റ്റാർട്ടിംഗ് പോയിന്റ്. ഈ വഴി കൂടാതെ മറ്റൊരു വഴി കൂടെ ഉണ്ട്, പക്ഷെ അത് കുറച്ചുകൂടി മുന്നോട്ട് പോകണം. നമ്മൾ ഈ വഴിയാണ് പ്രിഫർ ചെയ്തത്. ഇതിലൂടെ കുറച്ച് കയറി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കുറച്ച് നടന്ന് കയറാനുള്ള സ്ഥലം എത്തും. മറ്റേ വഴിയാണെങ്കിൽ നമുക്ക് ബൈക്ക് മുകളിൽ വരെ കൊണ്ടുപോകാം. കുറേ ആട്ടും കൂടെ നേരെ നമ്മുടെ മുന്നിൽ വന്ന് ചാടി. അതിനൊക്കെ വെട്ടിച്ചെടുത്തുകൊണ്ട് കിച്ചേട്ടൻ പിന്നെയും മുകളിലേക്ക് പോയി. ഇടയ്ക്കിടയ്ക്ക് കിച്ചേട്ടൻ്റെ കുറേ തള്ളുകൾ നമ്മൾ കേൾക്കുന്നുണ്ട് കേട്ടോ. ഇതിനു മുന്നേ ഈ വഴി വന്നപ്പോഴുള്ള അനുഭവങ്ങളാണ് പറയുന്നത്. കുറച്ച് നേരം നമ്മൾ ഇനി ഓഫ് റോഡ് പോകാൻ പോവാം. ഇതിങ്ങനെ കയറി കഴിഞ്ഞാൽ കുറച്ച് മുന്നോട്ട് പോയാൽ വീണ്ടും റോഡ് നല്ല രീതിയിലേക്ക് ആവുന്നുണ്ട്. പക്ഷെ അതുവരെ ഇതിങ്ങനെ സഹിച്ചുകൊണ്ടിരിക്കണം. എമ്മാതിരി കുലുക്കാവുന്നേ. ഇങ്ങനെ നേരെ ഞങ്ങൾ അങ്ങോട്ട് മുകളിലോട്ട് കയറി കേട്ടോ. ഇനിയാണ് മക്കളെ വ്യൂ. നോക്കിയേ, നമ്മൾ കയറാൻ പോകുന്ന മലയുടെ മുകൾ ഭാഗം കേട്ടോ. ഇവിടുന്ന് നോക്കുമ്പോൾ തന്നെ ഇത്രയും കോടയാണ്. അപ്പം മുകളിൽ കയറിയുള്ള അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയേ. എൻ്റെ പൊന്നു മക്കളെ, അതൊരു വേറെ ലെവലായിരിക്കും. അങ്ങനെ ഏകദേശം ഇതാ ഇവിടെ വരെ നമ്മുടെ ബൈക്ക് വരുള്ളൂ കേട്ടോ. നമ്മൾ വണ്ടിയൊക്കെ ഇവിടെ എവിടെയെങ്കിലും ഒന്ന് പാർക്ക് ചെയ്തിട്ട് ഇത് ഈ കാണുന്ന എൻട്രൻസ് വഴി വേണം നമുക്ക് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ വണ്ടിയൊക്കെ അവിടെയൊക്കെ സൈഡാക്കിയിട്ട് ഞങ്ങൾ നടന്ന് കയറാൻ തുടങ്ങി. ഈ വഴി മുന്നോട്ട് അങ്ങനെ പോയാൽ നമ്മുടെ മുള്ളമ്പാറേൻ്റെ മുകളിലേക്ക് എത്തും, വയലയുടെ വ്യൂ പോയിൻറ്റ്. നേരെ ഞങ്ങളങ്ങോട്ട് നടന്നു തുടങ്ങി. നമ്മൾ പോകുന്ന വഴിയിലൊക്കെ ഇതേപോലെ ഇങ്ങനെ വെള്ളം ചാടി കിടക്കുന്നുണ്ട് കേട്ടോ. അതിലൂടെയൊക്കെ ചാടി കടന്ന് നമ്മൾ നേരെ മുന്നോട്ട് നീങ്ങി. ഈ ഒരു മുളങ്കാടിൻ്റെ നടുവിലൂടെയുള്ള വഴിയിലൂടെ വേണം നമ്മൾ മുകളിലോട്ട് പോകാൻ. അതിലൂടെയൊക്കെ ഇങ്ങനെ പോകുമ്പോൾ ഇതുപോലെ ഒരു സ്ഥലത്ത് വള്ളി ഇങ്ങനെ ചാടി ഒരു കവാടം പോലെ കിടക്കുന്ന കാണാം. കഴിഞ്ഞ മഴയത്തൊന്നും വീണതാണ് കേട്ടോ. അതിലൊക്കെ കൂടി നമ്മളെ കോട്ട് പകുതിയും കയറിപ്പോയി. അതൊന്നും വക വെക്കാതെ ഈ ഒരു സ്റ്റെപ്പൊക്കെ ചാടി കയറി നമ്മളങ്ങനെ മുന്നോട്ട് നീങ്ങി. അടുത്തതാണ് മക്കളെ കയറ്റം. ചെറിയൊരു പാറക്കൂട്ടം. ഇതൊക്കെ ചാടി കയറി വേണം നമ്മൾ മുകളിലോട്ട് പോകാൻ. ചാടിക്കയറിയല്ല, പിടിച്ച് കയറി. വലിയൊരു ടാസ്ക് ഒന്നും ഇല്ലെങ്കിലും ചെറിയ നല്ല രീതിയിലുള്ള വഴുക്കലുള്ളതുകൊണ്ട് അതിലൊന്നും വീഴാതെ ഞങ്ങളിങ്ങനെ ശ്രദ്ധിച്ച് മുകളിലോട്ട് കയറിപ്പോയി. മുകളിലെത്തിയാലുള്ള ഒരു കാഴ്ച കാണാൻ വേണ്ടിയുള്ള എക്സൈറ്റ്മെൻറ്റിലാണ് കേട്ടോ എല്ലാവരും. കോടമഞ്ഞും ഇങ്ങനെ ഇറങ്ങി നിൽക്കുന്നത് കാണാൻ ഒരു രസമല്ലേ, അതിനു വേണ്ടിയിട്ടുള്ള ഓട്ടപ്പാച്ചിലായത്. അങ്ങനെ പിടിച്ച് കയറി മുകളിലേക്ക് എത്തുമ്പോൾ ഇതിലൂടെ ഇങ്ങനെ വെള്ളം ചാടി വരുന്നതാണ്. ഈ ഒരു വെള്ളച്ചാട്ടമാണ് ഇത്രയും വഴുക്കലുണ്ടാകാൻ കാരണമെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. അതൊക്കെ ഒന്ന് നോക്കി വീണ്ടും നമ്മൾ മുകളിലോട്ട് കയറി. ഈ ഒരു പടകൂടി കഴിഞ്ഞാൽ നമ്മളെ സ്ഥലം എത്തി കേട്ടോ. അത്ര എക്സൈറ്റഡായി ഇത്രയും ദൂരം താണ്ടി വന്നത് ഈ ഒരു കാഴ്ച മെയിനായിട്ട് ആസ്വദിക്കാൻ വേണ്ടിയാണ്. മുകളിലേക്ക് കയറി തുടങ്ങി. ഇനിയുള്ളൊരു ഈ കാഴ്ച ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് എത്രത്തോളം എഫക്റ്റ് ചെയ്യുമെന്ന് എനിക്കറിയില്ല. പക്ഷേ നിങ്ങളതൊന്ന് കണ്ടു നോക്ക്. പറ്റുമെങ്കിൽ ഇടയ്ക്ക് ഒന്ന് വന്നൊന്ന് ആസ്വദിച്ച് നോക്ക്. ഈ ഒരു സ്ഥലത്തൊക്കെ നേരിട്ട് വന്ന് ആസ്വദിക്കുമ്പോൾ കിട്ടുന്നൊരു ഫീലില്ലേ, അത് അതിലൂടെ മാത്രമേ കിട്ടുന്നേ. ഇതുപോലുള്ള വീഡിയോസിൽ നമ്മളിങ്ങനെ സ്ഥലം കണ്ടതുകൊണ്ട് മാത്രം നമുക്ക് ആ സ്ഥലത്തിൻ്റെ ഭംഗി എത്രയാണെന്ന് അറിയാൻ പറ്റില്ല. അതൊക്കെ ഒന്ന് നേരിട്ട് ചെന്ന് ആസ്വദിക്കണം. ഈ ഒരു സ്ഥലം കണ്ടോ നിങ്ങൾ? ഈ ഒരു പാറക്കൂട്ടം, ഇതിൻ്റെ മുകളിലും താഴെയുമായിട്ട് കോടമഞ്ഞ് കൊണ്ട് നിറഞ്ഞു കിടക്കുക. പച്ചപ്പുല്ല് നിറഞ്ഞു കിടക്കുന്നുണ്ടെങ്കിലും അതിനെ പോലും മാറ്റി നിർത്തിക്കൊണ്ട് കോടമഞ്ഞ് വെള്ള നിറത്തിൽ ഇറങ്ങി നിൽക്കുന്ന കാഴ്ച. ഈ ഒരു ഭംഗിയൊക്കെ ആസ്വദിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയും ദൂരം നമ്മൾ
ബൈക്കും എടുത്തിട്ട് രാവിലെ തന്നെ ഇറങ്ങി വന്നേ. ചെറിയ ചാറ്റൽ മഴയിലും കോടമഞ്ഞിലും തണുത്തുറഞ്ഞ് നിൽക്കുമ്പോൾ നമ്മളിവിടെ വന്ന് ഇങ്ങനെ എൻജോയ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും ഇത് പറ്റുന്നേ. ഈ ഒരു പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിക്കാൻ മനസ്സുള്ളവർക്ക് ഈ ഒരു സ്ഥലമൊക്കെ വന്നാൽ അത്രയ്ക്ക് നല്ല എക്സൈറ്റ്മെൻറ്റിൽ ഈ വ്യൂ ഒക്കെ ആസ്വദിച്ച് ഇങ്ങനെ നിൽക്കാം അവിടെ. ഇവിടെ ഇപ്പോൾ ചുറ്റും വേലി കിട്ടും കേട്ടോ. പണ്ട് ഇതൊന്നും ഇല്ലായിരുന്നു. ഈ പാറക്കൂട്ടത്തിൻ്റെ അറ്റം വരെ നമുക്ക് പോകാനാവുമായിരുന്നു. പക്ഷെ അത് കുറച്ച് ഡേഞ്ചറായിരുന്നു. അതുകൊണ്ടായിരിക്കണം ഇവരിങ്ങനെ വേലിയൊക്കെ കെട്ടിത്തിരിച്ച് ഇപ്പോൾ വ്യൂ പോയിൻറ്റ്സിനായിട്ട് കുറച്ച് സ്ഥലങ്ങളിൽ ഇവർ മാറ്റി തന്നെ തിരിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഒരു സ്ഥലത്തേക്ക് നമ്മളിതാ കയറി പോവുകയാണ്. ഈ ഒരു പാലത്തിന് മുകളിലിരുന്ന് താഴോട്ട് നോക്കുമ്പോൾ എമ്മാതിരി വ്യൂ അറിയും. നല്ല കോടമഞ്ഞും കാറ്റും മഴയും ഈ ഒരു പൊളി ആംബിയൻസ്, ഈ ഒരു കാഴ്ചയും അതൊരു വേറെ ലെവൽ ഐറ്റം തന്നെ കേട്ടോ. ഈ കാണുന്ന കോടമഞ്ഞ് കണ്ടോ? ഇതൊന്ന് മാറിക്കഴിഞ്ഞാൽ ഇതിനെ താഴേക്ക് നോക്കിയാൽ നമുക്ക് വേറെ ഒരു വ്യൂ കാണാം കേട്ടോ. അത് ഈ ഒരു വീഡിയോയുടെ ലാസ്റ്റിലേക്ക് ഞാൻ ചേർത്തിട്ടുണ്ട്. ഈ കാണുന്നതാണ് കേട്ടോ ഞാൻ ആ പറഞ്ഞ വ്യൂ. നമ്മുടെ സ്വന്തം കരിയാത്തുംപാറ തോണിക്കടവിൻ്റെ ചെറിയൊരു ഭാഗം കാണുക കേട്ടോ. ഇത്രയും കാര്യങ്ങൾ നമുക്ക് ആസ്വദിക്കാൻ വേണ്ടി ചിലവാകുന്നത് നമ്മുടെ വണ്ടിക്ക് എണ്ണ അടിക്കുന്ന കാശും പിന്നെ നമുക്ക് എന്തെങ്കിലും കഴിക്കാൻ വേണമെങ്കിൽ അതും മാത്രമാണ് കേട്ടോ. വേറെ എക്സ്ട്രാ ഫീസൊന്നും ഇവിടെ വരുന്നില്ല. ഇത്രയൊക്കെ കാഴ്ചകൾ നമ്മളെ നാട്ടിലുണ്ടായിട്ട് ഒരിക്കലെങ്കിലും നമ്മളതൊന്ന് എൻജോയ് ചെയ്യണ്ടേ? ഇതൊക്കെയല്ലേ യാത്രയുടെ ഓരോ അനുഭവങ്ങൾ.